വിശ്വാസത്തിന്റെ ചരിത്ര വഴികളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ച പറവൂർ കോട്ടക്കാവ് പള്ളി. എറണാകുളം ജില്ലയിലെ പറവൂർ നഗരത്തിൽ പെരിയാർ നദിയുടെ സമീപത്തായി ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. കോട്ടക്കാവ് പള്ളി സന്ദർശിക്കുന്ന തീർത്ഥാടകർ കാണേണ്ടത് 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കോട്ടക്കാവ് ശ്ലീഹ എന്നറിയപ്പെടുന്ന പേർഷ്യൻ കുരിശ്, പടിഞ്ഞാറ് വശത്തുള്ള ആനമതിൽ, ഏറ്റവും പഴയ ദേവാലയത്തിന്റെ മതിൽ, തോമാശ്ലീഹ മാമോദിസയ്ക്ക് ഉപയോഗിച്ച കുളം, ബിഷപ്പ് ഫ്രാൻസിസ് റോസിന്റെ കബറിടം എന്നിവയാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ പറവൂരിനടുത്തുള്ള മുസിരിസ് ചേര രാജ്യ സാമ്രാജ്യത്തിലെ ഒരു തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ധാരാളം യഹൂദർ താമസിച്ചിരുന്നു. ഈ യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനാണ് വിശുദ്ധ തോമാശ്ലീഹ ഇവിടെ എത്തിയതും ദേവാലയം സ്ഥാപിച്ചതും. കേരള സുറിയാനി സഭയുടെ ചരിത്രത്തിലെ 2 പ്രധാന സംഭവങ്ങൾ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് മാർ സാബോർ, മാർ പ്രോവത്ത് എന്നീ സിറിയൻ മെത്രാന്മാരുടെ സന്ദർശനമാണ്. രണ്ടാമത്തേത് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് പിതാവിന്റെ മരണവും കബറടക്കവുമാണ്. പേർഷ്യയിൽ നിന്ന് AD 825 കൊല്ലത്ത് വന്ന 2 സുറിയാനി മെത്രാന്മാരായിരുന്നു സഹോദരങ്ങളായ മാർ സാബോർ, മാർ പ്രോവത്ത് എന്നിവർ. പറവൂർ കോട്ടക്കാവിൽ എത്തിയ ഈ വിശുദ്ധർ തോമാശ്ലീഹ ഇവിടെ സ്ഥാപിച്ച ദേവാലയം പുതുക്കിപ്പണിതു. ഇവിടുത്തെ പഴയ പള്ളിയുടെ അകത്ത് സൂക്ഷിച്ചിട്ടുള്ള കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള പേർഷ്യൻ കുരിശ് അന്ന് സ്ഥാപിച്ചതാണ്. കോട്ടക്കാവ് ശ്ലീഹ എന്നുകൂടി ഈ കുരിശ് അറിയപ്പെടുന്നു. ഈ മെത്രാന്മാരുടെ മരണശേഷം അവരെ വിശുദ്ധരായി പരിഗണിച്ച് കോട്ടക്കാവ് പള്ളിക്ക് അവരുടെ പേരുകൾ നൽകി. എന്നാൽ പിന്നീട് ഉദയംപേരൂർ സുനഹദോസിന്റെ തീരുമാനപ്രകാരം കോട്ടക്കാവ് പള്ളി രക്തസാക്ഷികളായ വിശുദ്ധ ഗർവാസിസ്, വിശുദ്ധ പ്രോത്താസിസ് എന്നിവരുടെ പേരുകളിൽ അറിയപ്പെട്ടു. 1599 ഉദയംപേരൂർ സുനഹദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് മെനേസിസ് കൊടുങ്ങല്ലൂർ അങ്കമാലി രൂപതയുടെ മെത്രാനായി ഫ്രാൻസിസ് റോസിനെ നിയമിച്ചു. അങ്കമാലി രൂപതയുടെ അവസാനത്തെ സിറിയൻ മെത്രാനായിരുന്ന മാർ അബ്രഹാത്തിന്റെ പിൻഗാമിയായിട്ടായിരുന്നു ബിഷപ്പ് ഫ്രാൻസിസ് റോസ് നിയമിതനായത്. 1601 ജനുവരി 25-ാം തീയതി അങ്കമാലിയിൽ വെച്ച് ഇദ്ദേഹത്തെ മെനേസിസ് മെത്രാപ്പൊലീത്ത അഭിഷേകം ചെയ്തു. 1603 ഇദ്ദേഹം അങ്കമാലി സുനഹദോസ് വിളിച്ചുകൂട്ടി. പോർച്ചുഗീസ് കോട്ടയും സൈന്യവും കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് തന്റെ ആസ്ഥാനം 1609 ഡിസംബറിൽ അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി. തീരദേശ പട്ടണമായ കൊടുങ്ങല്ലൂരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവിടുത്തെ താമസം സുരക്ഷിതമല്ലാതായി തീരുകയും അദ്ദേഹം തന്റെ ആസ്ഥാനം കോട്ടക്കാവിലേക്ക് മാറ്റുകയും ചെയ്തു. 1624 ഫെബ്രുവരി 14-ാം തീയതി ഞായറാഴ്ച ഫ്രാൻസിസ് റോസ് മെത്രാൻ കാലം ചെയ്തു. പഴയ പള്ളിയുടെ അൾത്താരയിൽ പിതാവിനെ സംസ്കരിച്ചു. ഇതിനെക്കുറിച്ച് വട്ടെഴുത്ത് ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാലിഖിതമാണ് ഇന്നും പഴയ പള്ളിയുടെ ചുവരിൽ കാണുന്നത്. പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിച്ച കൊടുങ്ങല്ലൂർ സെമിനാരിയിൽ പഠിച്ച കോട്ടക്കാവ് ഇടവകക്കാരായ 2 വൈദികർ 13-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ കാലത്ത് റോം സന്ദർശിച്ചു. ഈ വൈദികർ വഴി മാർപ്പാപ്പ കോട്ടക്കാവ് പള്ളിയിലെ അൾത്താരയ്ക്ക് പ്രിവിലേജ്ഡ് ആൾട്ടർ എന്ന പൂർണ്ണദണ്ഡവിമോചനം കൽപ്പിച്ചു നൽകി. നിലവിലുള്ള പഴയ പള്ളിയിലെ അൾത്താരയ്ക്ക് ആണ് ഈ ബഹുമതി. തോമാശ്ലീഹ ഇന്ത്യയിൽ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ് പറവൂർ കോട്ടക്കാവ് പള്ളി. കൊടുങ്ങല്ലൂർ, കോക്കമംഗലം, പാലയൂർ, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മറ്റ് 6 പള്ളികൾ സ്ഥാപിച്ചു. പുരാതനമായ റമ്പാൻപാട്ടിൽ തോമാശ്ലീഹ കോട്ടക്കാവിൽ വെച്ച് 1770 പേർക്ക് മാമോദിസ നൽകിയതായി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സഭാ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് വേദിയായിരുന്നു കോട്ടക്കാവ് പള്ളി.